അവനിന്നില്ല. ഇന്നില്ലാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തില്ല. അവൻ ഇന്ന് 6 മണ്ണിലാണ്. ആൾക്ക് ക്യാൻസർ ആയിരുന്നു. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വിഷമത്തോടെയാണ് കേട്ടോ. ഈ ലോകത്തില്ല. അവൻ ഇന്ന് 6 മണ്ണിലാണ്. എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. അവസാനമായിട്ട് ഒരു നോക്ക് കാണാനും പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പോയതും. ആൾക്ക് ക്യാൻസർ ആയിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പാവം ഒരുപാട് വേദന അനുഭവിച്ചു. എല്ലാം അനുഭവിച്ചിട്ടാണ് അവൻ മടങ്ങിയത്. അവനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ പരിചയപ്പെട്ടത് എൻ്റെ മൂത്തുമ്മാൻ്റെ വീടിൻ്റെ അടുത്താണ് അവൻ്റെ വീട്. പ്രതീക്ഷിക്കാത്ത ഒരു ഇതിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞങ്ങൾ നല്ല ക്ലോസായി. എൻ്റെ സർജറി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അറിയായിരുന്നു. ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അത് തന്നെയായിരുന്നു. അതുമാത്രമല്ല വിഷമം, കുറച്ചായിട്ടുള്ളൂ അവൻ്റെ മാരേജ് കഴിഞ്ഞിട്ടും. അപ്പം ഞാൻ സർജറി ചെയ്ത അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അവന് ട്രീറ്റ്മെൻറ്റ്. സഹിക്കാൻ പറ്റുന്നില്ല അവൻ്റെ വേർപാട്. നമുക്കറിയാത്ത ആളുകൾ തന്നെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്രയും വിഷമമാണ്. അപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോൾ അതിലും വലിയൊരു വിഷമാണ്. എന്തൊരു കാര്യം വന്നാലും ഞാൻ ചെയ്യുന്ന ആ ഒരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നവാബെ ഇതിൻ്റെ വക കേട്ടോ അതിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വക എപ്പോഴും ഉണ്ടാവും. കീമോ ഒക്കെ നിർത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് അവൻ. വീണ്ടും അവന് കീമോ സ്റ്റാർട്ട് ചെയ്തു. ഇൻഫെക്ഷനായി ഹോസ്പിറ്റലിലേക്കായിരുന്നു, വെന്റിലേറ്ററിലേക്കായിരുന്നു. അവനിന്നില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോൾ അവിടെ പോകുമ്പോഴും അവനെ കാണാതെ പോരാറില്ല. മുത്തുമ്മാൻ്റെ അവിടെ പോയിട്ട് വരുമ്പോൾ എൻ്റെ ആ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്, പ്രിയ സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, ദുആ ചെയ്യുക. ഇനി നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോൾ അതൊരു സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ്. എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ.